നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 114 അധ്യായം 5 വാക്യം. സമുദ്രമേ, നീ ഓടുന്നതെന്ത്? യോർദാനെ, നീ പിന്തിരിയുന്നത് എന്ത്? ഏറ്റവും പ്രിയമുള്ളവരെ, ഇതൊരു ചോദ്യമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ചോദിക്കുന്നത്. പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ ഓടി അകന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ദൈവസന്നിധിയിൽ നിന്ന് എത്രയോ തവണ എത്രയോ തരത്തിൽ നമ്മൾ ഓടി മറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മുൻപാകെ മുഖം നൽകുവാൻ അല്ലെങ്കിൽ മുഖം കൊടുക്കുവാൻ നാം മടിച്ചിട്ടുണ്ട്. അതൊക്കെയും ഒരുപക്ഷെ തെറ്റുകൾ ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുമുള്ള ഒരു ഉൾവിളിയായിരിക്കാം ദൈവത്തിന് മുൻപിൽ നിന്നും ഓടി അകലുവാൻ നമ്മെ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ തെറ്റുകൾ ചെയ്യുവാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം, പശ്ചാത്തപിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടാകാം, പ്രായശ്ചിത്തം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാകാം. പക്ഷേ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? എന്തിനാണ് നമ്മൾ പിന്തിരിയുന്നത്? ദൈവം നൽകിയ താലന്തുകളെ തൻ്റെ കഴിവിൽ കവിഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി അവതരിപ്പിക്കുവാൻ ഇട ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അത് വേണ്ടെന്ന് കരുതി പിന്തിരിയുന്നത്? എന്തിനാണ് പ്രശ്നങ്ങളിൽ നിന്നും ഓടി അകലുന്നത്? സമുദ്രത്തോടും അതുപോലെ തന്നെ യോർദാനോടും ചോദിക്കുന്ന അതേ ചോദ്യം ഈ വചനം നമ്മെ നോക്കി ചോദിക്കുമ്പോൾ ഏറ്റവും പ്രിയമുള്ളവരെ, ഓടി അകലാതെ പിന്തിരിയാതെ എന്തിനും സർവ്വസന്നദ്ധതയോടുകൂടി മുന്നിലേക്ക് ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനം നമ്മളോട് ഉള്ളിൽ ചോദ്യചിഹ്നമായിരിക്കുമ്പോൾ ഈശോ വലിയൊരു ഉത്തരമായിട്ട് ആ ചോദ്യത്തിന് മുൻപാകെ നമ്മെ കൊണ്ടു നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു വലിയ പട്ടണം, അവിടുത്തെ ഒരു വൈദികനോട് ഒരു വിശ്വാസി ചെന്ന് പറയുകയാണ്, അല്ലയോ പുരോഹിത, ഞാൻ ഈ സഭയിൽ നിന്ന് മാറി മറ്റൊരു സഭയിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വൈദികൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, പിന്നെ എന്താണ് പെട്ടെന്നൊരു മാറ്റം? അപ്പോൾ ഇദ്ദേഹം പറയുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഈ ഒരു സഭയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കടന്നു വന്നു. ഇവിടെ നിന്നും മറ്റൊന്നിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എനിക്കിവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും തന്നെ എനിക്ക് ലഭിക്കുന്നില്ല. ഞാൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ പുരോഹിതൻ വളരെയധികം ശാന്തനായിട്ട് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ എന്താണ് ഈ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ ചിന്തിച്ചത്? അപ്പോൾ ഇയാൾ പറയുന്നു, ഞാൻ എൻ്റെ ജീവിതം മാറി മറിയണമെന്ന്, മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്, നല്ലൊരു കുടുംബജീവിതം എനിക്ക് സ്വസ്ഥമായി ലഭിക്കണമെന്ന് ഒക്കെയും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇതൊന്നും എനിക്ക് ലഭിക്കുന്നില്ല. നിരാശ മാത്രമാണ് എൻ്റെ മുൻപിലുള്ളത്. അപ്പോൾ ഈ വൈദികൻ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയിലെ ഇന്നത്തെ ഒന്നാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ജോസഫ്, കോട്ടയം. ഓക്കെ, ആന്റി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ എന്റെ കൊച്ചുമോൾ എന്റെ അടുത്തുണ്ട്. അവളാ ഫോൺ വന്ന് എന്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പം കുഞ്ഞുമോൾ അടുത്തുള്ളതിന്റെ സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ ആന്റി എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്ത് ചെയ്യുന്നവരാണ് ഒരുപോലെ നശിച്ചു പോകും എന്ന് യഹോവ അരുളി ചെയ്തത്? എന്ത് ചെയ്യുന്നവരാണ്? അതെ, പന്നിയിറച്ചി, അറച്ച, ചെമ്പി എന്നിവയെ തിന്നുന്നത് ഇതുപോലെ മുടിഞ്ഞു പോകുന്നതാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, പന്നിയിറച്ചി, മ്ലേച്ഛത, ചുണ്ടലി എന്നിവ തിന്നുന്നവർ. അത് ബൈബിളിൽ മാറുന്നതനുസരിച്ചുള്ള വേർഡിങ്സിൽ ഉണ്ടാവുന്ന മാറ്റം, അതിന്റെ അത് പ്രശ്നമില്ല. ഓക്കെ, സാരമില്ല, പോട്ടെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, അവശേഷിക്കുന്ന ചിലരെ അയച്ച ദൂരെ ദ്വീപിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ചു. ആ ദ്വീപിന്റെ പ്രത്യേകത എന്താണ്? ദ്വീപിൽ എന്തൊക്കെയോ എത്തിയിട്ടില്ല. എന്താണ് എത്താത്തത്? കർത്താവിന്റെ മഹത്വം കണ്ടിട്ടില്ല. അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, യഹോവയുടെ കീർത്തി കേൾക്കുകയും അവന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദ്വീപ്.
അത് ശരി. ഓക്കെ, അപ്പൊ നമുക്ക് 2 ചോദ്യങ്ങൾ ശരിയായിട്ടുണ്ട്. അപ്പം അതിന്റെ സന്തോഷ പ്രകടനം ചെറുതായിട്ടാകാം. പാട്ട് വേണോ അതോ വചനം വേണോ? ഒരു പാട്ട് പാടാം. പാട്ട് പാടിയാൽ മതി. പാടിക്കോളൂ ആന്റി. വേണ്ട ദുഃഖം വേണ്ട ദുഃഖം ആന്റി നന്നായിട്ട് പാടി കേട്ടോ. എന്റെ ആളിന്റെ എന്റെ പപ്പായുടെ മെമ്മോറിയൽ പ്രയറാ ഞായറാഴ്ച. ഓക്കെ, പ്രാർത്ഥിച്ചോളാം, നമ്മളും പ്രാർത്ഥിച്ചോളാം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? എന്തോ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ മണി. ഓക്കെ, ചോദ്യം ഇതാണ്: അവശേഷിക്കുന്നവരിൽ ചിലരെ ഏത് ജനതകളുടെ അടുത്തേക്കാണ് അയക്കുന്നത്? അവര് അവശേഷിക്കുന്ന ചിലത് കുറച്ച് ജനതകളുടെ പേര് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പേരുകൾ? വില്ലാളികളായ എന്നിവരുമായ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വില്ലാളികളായ തർശീഷ്, പൂൽ, ലൂദ്, തൂബാൻ, യാവാൻ. അതെ. ഇപ്പം 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വഴിപാട് കൊണ്ടുവന്നിരുന്നത് എങ്ങനെയായിരുന്നു? വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവന്നു. അതിലൊരു സംശയം ഇല്ലല്ലേ? ഇല്ല, അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഉത്തരം. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, വെടിപ്പുള്ള പാത്രങ്ങളിൽ. അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ആന്റി ഇനിയും സന്തോഷത്തോടെ ഇരിക്കുക, ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക. തീർച്ചയായിട്ടും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞാൻ നാളെ ഇവിടുന്ന് ആണോ സ്ഥലത്തേക്ക് പോവാ? തിരിച്ചു പോവാ? തിരിച്ചു പോകും. തിരിച്ചെല്ലാവരും കൂടെ പോകും. നമ്മുടെ എല്ലാ വചന സമീക്ഷ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു ആന്റി. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രാർത്ഥനകളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത്. അപ്പൊ ആന്റിക്ക് തിരിച്ചുള്ള യാത്രയ്ക്ക് ഒരു ഹാപ്പി ജേർണി ഒക്കെ നേരുന്നു കേട്ടോ. സന്തോഷമായിട്ട് തിരിച്ചു വരാം. ഓക്കെ ആന്റി, താങ്ക് യു. സൂസമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് വചനമൊക്കെ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി ഉത്തരങ്ങളൊക്കെ നൽകി നല്ലതായിട്ട് ഒരു സന്തോഷം പങ്കുവച്ചൊരമ്മ. തീർച്ചയായിട്ടും ആന്റിക്കും കുടുംബത്തിനും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇതിനു മുൻപ് അല്ലെങ്കിൽ എവിടെയായിരുന്നു, അല്ലെങ്കിൽ താങ്കൾ ഇതിനു മുൻപ് എന്തായിരുന്നു, എന്ത് വേലയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ യുവാവ് തിരിച്ചു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസി തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുൻപ് 2 സഭകളിൽ അംഗമായിരുന്നു. പക്ഷെ ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒന്നും എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല ചാ. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. മറ്റുള്ള കൂട്ടുകാരൊക്കെ അവരുടെ ജീവിത നിലവാരത്തെപ്പറ്റി പറയുമ്പോൾ അതൊക്കെ കേട്ട് ഞാനും ആഗ്രഹിക്കാറുണ്ട്. എനിക്ക് കിട്ടാത്തത് എൻ്റെ മക്കൾക്കെങ്കിലും നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയെ സന്തോഷത്തോടു കൂടി ലോകത്തിലെ എല്ലാ കാഴ്ചകളും കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. കയ്യിൽ അത്യാവശ്യത്തിന് എനിക്ക് വരുമാനം ലഭിക്കുന്നില്ല, എനിക്ക് സമ്പത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്തോഷങ്ങളില്ല. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിമുക്തി നേടുവാൻ, അതിൽ നിന്നൊക്കെ ഒരു പ്രത്യാശ ലഭിക്കുവാനാണ് ഞാൻ ഈ സഭകളൊക്കെ മാറി ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നിതാ 3-4 മാസങ്ങൾ പിന്നിടുന്നു. പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടുന്നില്ല ചാ. അപ്പോൾ ഈ പുരോഹിതൻ വീണ്ടും പറയുന്നുണ്ട്, കുഞ്ഞെ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകണമെന്നുണ്ടോ? നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ ഈ സഭയിലൊന്നുമല്ല, പിന്നെയോ നിന്റെ ഉള്ളിലുള്ള വിശ്വാസമല്ലേ വലുത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ വീണ്ടും പറയുന്നു, ഇല്ല ചാ, സഭ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ദൈവത്തിലേക്കുള്ള കുറുക്ക് വഴികളല്ലേ. ഈ കുറുക്ക് വഴിയിലൂടെ ഞാനും കടന്നു പോകുന്നത്. മറ്റുള്ളവർക്ക് ദൈവത്തിന് നൽകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നൽകുന്നില്ല? എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല? എന്തുകൊണ്ട് എന്നെ കരുതുന്നില്ല? എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നില്ല?
ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ പുരോഹിതന്റെ പക്കൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്ത് പറഞ്ഞാണ് ഈ മനുഷ്യനോട് അദ്ദേഹം സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് പോലും ഒരു ഉൾവിളി ലഭിച്ചില്ല. പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇയാൾ ഈ സഭ വിട്ടു പോയി കാണുമോ, അതോ പുരോഹിതൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇയാളുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ആൻസി തോമസ് എന്നാണ്. ആൻസി തോമസ്. ആൻസി എവിടെ നിന്ന് വിളിക്കുന്നു? നെടുമങ്ങാട്, ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം. ഓക്കെ. ആൻസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പയും അമ്മയും അനിയനും. ഓക്കെ. പഠിക്കുവാണോ ആൻസി? വർക്ക് ചെയ്യുവാണോ? ഞാൻ PG കഴിഞ്ഞു. ഇപ്പം എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ് അല്ലേ? ഓക്കെ ഓക്കെ. അതെ. അപ്പോ ആൻസി, എല്ലാ വിജയം ആശംസകളും നേരുന്നു. താങ്ക് യു. നമുക്ക് അറിയാലോ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സകല ജനതകളുടെയും ഇടയിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുന്നത് എന്തായിരുന്നു? അവരുടെ സഹോദരന്മാരെ. സംശയമില്ലല്ലോ? ഇല്ല, സംശയം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, ശരി ഉത്തരവാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സഹോദരങ്ങളെ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുന്നത് എവിടേക്കായിരുന്നു? യഹോവയുടെ വിശുദ്ധ പർവ്വതമായ യെരുശലേമിലേക്ക്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സംശയമൊന്നും ഇല്ലല്ലേ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ ആൻസി, നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടോ അതോ വചനം പങ്കുവെക്കോ? എന്താ ചെയ്യാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? വചനം പറയാം. ഓക്കെ, പറഞ്ഞോളൂ. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം 15-ാം വാക്യം. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ശരി. ഈ വചനം എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അനുഭവങ്ങളുടെ ഒരു പേമാരിയാണല്ലേ ജീവിതം? അതെ അതെ. ഓക്കെ ആൻസി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ചോദ്യം ഇതാണ്: എങ്ങനെയായിരുന്നു അവരുടെ സഹോദരങ്ങളെ കൊണ്ടുവന്നിരുന്നത്? കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടക്കപ്പുറത്തും കയറ്റി. ഓക്കെ. ഒരുപാട് ആൻസർ ഉണ്ടായിരുന്നു, പക്ഷെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തത് കൊണ്ടാകാം ഇതൊക്കെ ഭയങ്കര ലാഘവത്തോടെ പറയാൻ പറ്റുന്നത്. ഉത്തരം ശരിയാണ്. അപ്പോ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരുന്നവരിൽ നിന്നും ചിലരെ എന്തിനായിട്ടാണ് യഹോവ എടുക്കുന്നത്? പുരോഹിതന്മാരായും ലേവ്യരായും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: പുരോഹിതന്മാരായും ലേവ്യരായും. ഒരുപാട് സന്തോഷം തോന്നുന്നില്ലേ 4 ചോദ്യങ്ങൾ ശരിയാക്കിയപ്പോ? തീർച്ചയായിട്ടും. അപ്പൊ ഇതേ സന്തോഷത്തിലും ഇതേ ഊർജ്ജത്തിലും പോയിരുന്നു പഠിച്ചോളൂ എക്സാംസിന്. ഓക്കെ ആൻസി, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ആൻസി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ ആൻസിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല ജോലിയിലൊക്കെ ഉന്നതങ്ങളിലേക്കൊക്കെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരുപാട് ചോദ്യ പ്രതിവാദങ്ങൾക്കൊടുവിൽ ഈ ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, ഇനി താങ്കളുടെ ഇഷ്ടമാണ്, താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരു സഭയിലേക്ക് പോകണമെങ്കിൽ താങ്കൾക്ക് കടന്നു പോകാം. പക്ഷെ എന്നിരുന്നാലും ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, താങ്കളൊരു ഉത്തമ വിശ്വാസിയാണെങ്കിൽ, താങ്കൾ ഈശോയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, കുറുക്കു വഴികളല്ല, പിന്നെയോ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ദിവ്യ വെളിച്ചത്തെയാണ് നീ സ്നേഹിക്കുന്നതെങ്കിൽ, ഇങ്ങനെ സഭകൾ മാറുന്നതിലല്ല, അല്ലെങ്കിൽ നിന്റെ വിശ്വാസങ്ങളെ ത്വരിതപ്പെടുത്തുന്ന, വിശ്വാസങ്ങളെ ചിട്ടപ്പെടുത്തുന്ന ഇത്തരം ക്രമങ്ങളിൽ നിന്ന് നീ മാറുന്നതിലല്ല, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമായിട്ടുള്ള ഒരു വിശ്വാസം നീ വാർത്തെടുക്കുന്നതിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്, അല്ലെങ്കിൽ സാധ്യതയുള്ളത്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ബന്ധങ്ങളിലേക്ക് നീ വിശ്വാസത്തിന്റെ നന്മയും സ്നേഹവും ഒക്കെ ഒന്ന് പ്രസരിപ്പിച്ചു നോക്കിയേ. നിന്റെ ജീവിതം നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ശോഭനമാകും. സ്വർഗത്തിന് മുന്നാകെ നീ മുട്ടുകുത്തി നോക്കിയേ. മറ്റുള്ള സഭയിലെ വിശ്വാസികൾക്ക് കാണാനല്ല, മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സാക്ഷ്യമില്ലെങ്കിൽ നീ ആരുടെ മുന്നിലാണ് നീ വിശ്വാസിയാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് ആ ഒരു പുരോഹിതൻ ചോദിക്കുന്നുണ്ട്. അതിന് ഒരു പുഞ്ചിരി അല്ലാതെ മറ്റൊന്നും പകരം നൽകാനില്ലാതെ
ഈ വിശ്വാസി കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ അയാൾ മറ്റൊരു സഭയിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ മറന്നുപോയൊരു കഥ. ആ കഥ അല്ലെങ്കിൽ ആ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ആനിയാണ്. ആനി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കാരേറ്റ് നിന്നാണ് വിളിക്കുന്നത്. കാരേറ്റ്. ആനി പഠിക്കുവാണോ? ഞാൻ BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് ആണല്ലേ? നേഴ്സാ അല്ലേ? ഓക്കെ മോളെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, ചേച്ചി, അമ്മ, അമ്മച്ചി, പിന്നെ ഞാൻ. ഓക്കെ. അപ്പൊ സന്തോഷമായിട്ട് എല്ലാരും ഇരിക്കുന്നോ? അതെ അതെ. ഓക്കെ മോനെ. അപ്പൊ നമുക്ക് എന്തായാലും അറിയാലോ, 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചോദ്യത്തിലൊക്കെ കേറിയാലോ? ശരി ചേച്ചി. അപ്പൊ ആനിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് ആരോടാണ് അരുളി ചെയ്തത്? സിയോനോടും യാക്കോബിൽ അതിക്രമം വിട്ട് തിരിയുന്നവരോട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: സിയോനോടും യാക്കോബിൽ അതിക്രമം വിട്ട് തിരിയുന്നവരോടും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? കേറാം. ചോദ്യം ഇതാണ്: യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നതിനാൽ നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പ്രകാശിക്കണം. പ്രകാശം. ശരി ഉത്തരം കണ്ടെത്തുമോ എന്ന് നമുക്ക് നോക്കാം. ഉറപ്പല്ലേ? ഉറപ്പാ. അപ്പോ എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചി. അപ്പോ ഉത്തരം ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്കണം. 2 ചോദ്യങ്ങൾ ശരിയായപ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലേ? ഒരു ശരി ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു വചനം പങ്കുവെക്കുന്നോ അതോ ഒരു പാട്ട് പാടുന്നോ? എന്താ ചെയ്യാനി? വചനം പറയാം. ഓക്കെ, പറഞ്ഞോളൂ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. 3:17. ഓക്കെ. എക്സാം ഒക്കെ എഴുതിയപ്പോഴത്തേക്കും ഇതുപോലെ ഒരു അനുഭവം വന്നിട്ടില്ലേ നിന്റെ കൂടെ നിൽക്കുന്നതായിട്ട്? വന്നിട്ടുണ്ട്. മുഴുവൻ അങ്ങനെ അല്ലേ? പ്രാർത്ഥിച്ച് നേടിയതല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? കേറാം. ചോദ്യം ഇതാണ്: ഭൂമിയെയും ജനങ്ങളെയും മൂടിയിരിക്കുന്നത് എന്താണ്? അന്ധകാരവും കൂരിരുട്ടും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. ഒരു സംശയമില്ലാതെ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അന്ധകാരവും കൂരിരുട്ടും. നമുക്ക് അവസാനത്തെ ചോദ്യം, ലാസ്റ്റ് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാവേ. ചോദ്യം ഇതാണ്: നിന്റെ വെളിച്ചത്തിലേക്കും ഉദയ പ്രശോഭയിലേക്കും കടന്നു വരുന്നവർ ആരാണ്? ജനതകളും രാജാക്കന്മാരും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. നിസ്സംശയം എല്ലാം പറയുന്നുണ്ട്. എന്റെ ഉത്തരം ഇങ്ങനെയാണ്: ജനതകളും രാജാക്കന്മാരും. അപ്പോ വിജയം നൽകുന്ന കർത്താവ് കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഇവിടെയും വിജയം നൽകിയിട്ടുണ്ട്. 4 ചോദ്യങ്ങളെ ശരി ഉത്തരമാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് വിജയം നൽകട്ടെ കേട്ടോ ജീവിതത്തില്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ മോനെ, നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. കാരേറ്റിൽ നിന്നുള്ള ആനിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭാവി, സന്തോഷം ഒക്കെ ആ കുടുംബത്തിനും ആനിക്കും ഒക്കെ ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു അധ്യായം നമുക്ക് പൂർണ്ണമാക്കാം. ഈ ഒരു പുരോഹിതനും വിശ്വാസിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെയും നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പല കഥകളും കേട്ടിട്ടില്ലേ? നമ്മളും അതിൽ കാരണക്കാരായിട്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ടില്ലേ? പലരെയും നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസമില്ലാതെ സഭാകാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വാസിയാണെന്ന് കാണിക്കുവാനുമുള്ള ത്വരത അല്ലെങ്കിൽ അതിനുള്ള പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതിരിക്കട്ടെ, അല്ലെങ്കിൽ നീ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കട്ടെ, അല്ലെങ്കിൽ അത് ആരും അറിയാതെ ചെയ്യുക, രഹസ്യമായി ചെയ്യുക, ദാനധർമ്മം ചെയ്യുക എന്നൊക്കെയുള്ള വചനങ്ങൾ, മൂല്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ ചെയ്യുന്നത് എല്ലാവരും അറിയണം, ഞാൻ ഇത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളത് എല്ലാവരും കാണണം, ഞാനൊന്ന് കൈകൊട്ടി ഉറക്കെ പാടിയാൽ ഞാൻ നല്ലൊരു വിശ്വാസിയാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് കരുതണം, അങ്ങനെ ഒരു മിഥ്യാബോധത്തിലേക്ക് അവരെ കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത്. ദേവാലയത്തിന് മുന്നിലേക്ക് എത്തി സ്വസ്ഥമായിരുന്ന്
കണ്ണുകൾ ഉയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? ഞാൻ പാപിയാണെന്ന് കരുതി ആ പാപിയായ മനുഷ്യൻ, ആ ചുങ്കക്കാരൻ ആ ഒരു ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്നതുപോലെ വാതിൽക്കൽ മാത്രം നിൽക്കുവാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും? പിന്നെയോ ഞാൻ നീതിമാനാണെന്ന് കാണിക്കുവാൻ ഏറ്റവും മുന്നിലേക്ക് ചെന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കുവാനാണ് പലപ്പോഴും നമ്മളും ശ്രമിക്കുന്നത്. ഏറ്റവും പ്രിയമുള്ളവരെ, ആഴമേറിയ അടിസ്ഥാനമുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പിന്നെയോ ഇത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ, ആരാധനാക്രമങ്ങൾ ഒക്കെയും നമ്മെ അതിലൂടെ ദൈവത്തിലേക്ക് നയിക്കും എന്നത് മാത്രമേ ഉള്ളൂ സത്യം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആഴത്തിലുള്ള വിശ്വാസത്തോടുകൂടി നമ്മളായിരിക്കുന്ന സഭയിൽ, നമ്മളായിരിക്കുന്ന ഇടത്ത് വിശ്വാസ സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.